അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻ അബ്ദില്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا يبلغني أحد من أصحابي عن أحد شيئا فإني أحب أن أخرج إليكم وأنا سليم الصدر. അബൂ ദാവൂദ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ അനുചരന്മാരിൽ ഒരാളെക്കുറിച്ചും യാതൊന്നും എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കരുത്. നിശ്ചയം നിങ്ങളിലേക്ക് ഹൃദയവിശുദ്ധിയോടെ കടന്നു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബൂ ദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം ഒരു ഉപദേശിയോ സുവിശേഷകനോ ആയിരുന്നില്ല. മറ്റുള്ളവരിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളും സ്വന്തം ജീവിതത്തിൽ ആദ്യം പ്രാവർത്തികമാക്കി സാക്ഷാത്കരിച്ച് കാണിച്ചു കൊടുത്തിരുന്നു അദ്ദേഹം. നബിയുടെ ഈ ഉത്കൃഷ്ട സ്വഭാവ സവിശേഷതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്നത്തെ ഹദീസ്. അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്നത് ദീൻ കർശനമായി വിലക്കിയിട്ടുണ്ട്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അയാളുടെ അഭാവത്തിൽ പറയലാണ് പരദൂഷണം. ഇതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മിഅ്റാജ് രാത്രിയിൽ പ്രവാചകന് നരകം കാണിക്കപ്പെടുകയുണ്ടായി. അതിൽ ശവം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, ജിബ്രീലേ, ഇവർ ആരാണ്? അപ്പം ജിബ്രീൽ മറുപടി പറഞ്ഞു, ജനങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുകയും അങ്ങനെ അവരുടെ മാംസം തിന്നുകയും ചെയ്തവരാണിവർ. വിലക്കപ്പെട്ട ഇത്തരം ദുർഗുണങ്ങൾ മറ്റാരേക്കാളും മുമ്പേ സ്വയം ഉപേക്ഷിക്കുക എന്നതായിരുന്നു പ്രവാചകൻ്റെ ഒരു രീതി. പരദൂഷണം കേൾക്കുന്നതും പ്രവാചകന് അരോചകമായിരുന്നു. സഹപ്രവർത്തകരെക്കുറിച്ച് തന്നോട് ദുഷിച്ച് സംസാരിക്കരുതെന്ന് അനുയായികളെ പ്രത്യേകം താക്കീത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പരദൂഷണം പറയുന്നതും കേൾക്കുന്നതും രണ്ടും പ്രവാചകൻ ഒരുപോലെ നിഷിദ്ധമാക്കുകയുണ്ടായി. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ്റെ കൂടെ യാത്ര പോവുകയായിരുന്നു. അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമായിട്ടൊരു വേലക്കാരനും കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഉറങ്ങി എണീറ്റപ്പോൾ വേലക്കാരൻ ഉണർന്നിട്ടില്ല. അപ്പം അവരിൽ ഒരാൾ പറഞ്ഞു, ഇയാൾ വല്ലാത്തൊരു ഉറക്കക്കാരൻ തന്നെ. പിന്നീട് അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ പ്രവാചകനോട് അല്പം കറി ആവശ്യപ്പെട്ടു. അപ്പം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയും കറി ഉപയോഗിക്കുകയും ചെയ്തല്ലോ. അപ്പം അവർ ചോദിച്ചു, പ്രവാചകരെ, എപ്പോഴാണ് ഞങ്ങൾ കറി ഉപയോഗിച്ചത്? അപ്പം നബി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ന്യൂനതകൾ എടുത്തോതിക്കൊണ്ട് നിങ്ങൾ കുറച്ചു മുമ്പ് അവൻ്റെ മാംസം തിന്നപ്പോൾ. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മാംസാവശിഷ്ടങ്ങൾ 2 പേരുടെയും മുൻ പല്ലുകളിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ 2 പേരും വേലക്കാരനെ ചെന്ന് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക. അതാണ് കൂടുതൽ നല്ലത് എന്ന്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കുക, തങ്ങളുടെ കൂട്ടുകാരനെക്കുറിച്ച് അയാൾ വല്ലാത്ത ഉറക്കക്കാരനാണെന്ന് പറഞ്ഞത് ശരിക്കും അവരിൽ ഒരാൾ മാത്രമാണ്. മറ്റേയാൾ അത് കേൾക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറ്റത്തിൽ 2 പേരെയും ഒരുപോലെ പങ്കാളിയാക്കിയിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? പരദൂഷണം പറയുന്നതിന് ചെവി കൊടുക്കുന്നവൻ തൻ്റെ ഹൃദയം കൊണ്ടോ നാവുകൊണ്ടോ അതിനെ നിഷേധിക്കുന്നില്ലെങ്കിൽ ഒന്നാമനെപ്പോലെ അവനും തെറ്റിൽ പങ്കാളിയാണ് എന്നത്രേ. പരദൂഷണത്തിന് ചെവി കൊടുക്കാതിരിക്കുക എന്നത് അത്തരം തെറ്റുകൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള നല്ലൊരു മാർഗമാണ്. തങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ടല്ലോ എന്നത് പരദൂഷകർക്ക് പ്രചോദനമായി തീരുകയാണ്. അപ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിലോ പരദൂഷണം താനേ അത് ഇല്ലാതായിക്കോളും. മറ്റുള്ളവരുടെ ന്യൂനതകൾ തന്നോട് പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതിൻ്റെ കാരണവും ഇതത്രേ. ഒരിക്കൽ പ്രവാചകൻ കുറച്ച് ധനം ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. അപ്പോൾ ചിലർ അതിനെക്കുറിച്ച് മുറുമുറുത്തുകൊണ്ടിരുന്നു. ഒരാൾ പറഞ്ഞു, അള്ളാഹുവാണ് ധനവിതരണത്തിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രീതിയോ പാരത്രിക മോക്ഷമോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ വാർത്തയുമായി പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു. ഇത് പറഞ്ഞു, പ്രവാചകരെ, അനുചരന്മാരുടെ തെറ്റുകുറ്റങ്ങൾ താങ്കളുടെ ചെവിയിൽ എത്തിക്കരുത് എന്ന് താങ്കൾ ഞങ്ങളെ വിലക്കിയിട്ടുണ്ട്, അറിയാം.
എങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ന വ്യക്തികൾ താങ്കളെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു, അവർക്കെതിരെ നടപടിയെടുത്താലും. അപ്പം പ്രവാചകൻ്റെ മുഖമാകെ വിവരണമായി. അവിടുന്ന് പറഞ്ഞു, എന്നെ വിട്ടുപോകൂ, നിശ്ചയം ഇതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അദ്ദേഹം ക്ഷമ അവലംബിക്കുകയാണ് ചെയ്തത് എന്ന്. അപ്പം പരദൂഷണം പറയുന്നതോടൊപ്പം പരദൂഷണം കേൾക്കുന്നതും ഒരേപോലെ കുറ്റകരമായ കാര്യമാണ്. അള്ളാഹുവെ, മനുഷ്യരെക്കുറിച്ച് പരദൂഷണം പറയുകയും കുപ്രചരണം നടത്തുന്നതിൽ പങ്കാളികളാക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഗീബത്തിൻ നാസി വനമീമത്തിഹിം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.